ബന്ധപ്പെടുമ്പോൾ സമയം കൂട്ടുവാൻ എന്താണ് മാർഗം? എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംശയവുമാണിത്. സാധാരണഗതിയിൽ മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിൽ, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നീർക്കെട്ട്, മൂത്രാശയത്തിലെ അണുബാധ, ഹോർമോണിൻ്റെ തകരാറുകൾ, ഇങ്ങനെയുള്ള മറ്റ് ശാരീരികമായുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വ്യക്തികളിൽ പെട്ടെന്ന് സ്ഖലനം നടന്നു പോകുന്നത് മിക്കവാറും ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. കാരണം വർഷങ്ങളായി സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ ക്വിക്കായിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ക്ലൈമാക്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യാം. നമ്മൾ തെറ്റായ ശീലങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ വിഷമമാണ് പലപ്പോഴും. വളരെ വേഗത്തിൽ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അതേ ആ ഒരു നമ്മൾ ലേൺ ചെയ്ത ഒരു ഹാബിറ്റ് ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്തും ചിലപ്പോൾ അതുപോലെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കൊള്ളണം യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുമ്പോഴും വളരെ വേഗത്തിൽ കൈകൊണ്ട് പിടിച്ച് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്ഖലനം നടത്തി ശീലിച്ച വ്യക്തികൾ ബന്ധത്തിലും ഒരു പക്ഷേ അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് ചെയ്യുക. ഇനി ലൈംഗിക ബന്ധത്തിൽ ഇടപെടുന്ന സമയത്തും വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഖലനം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴിയുന്നത്ര സ്ലോ ആയിട്ട് വേണം തുടങ്ങാൻ. ആവശ്യത്തിനുള്ള ഫോർ പ്ലേകൾ അല്ലെങ്കിൽ രതിപൂർവ്വ ലീലകളിലൊക്കെ ഇടപെട്ടതിന് ശേഷം കഴിയുമെങ്കിൽ സ്ത്രീക്ക് എല്ലാ സ്ത്രീകൾക്കും പെനീസ് ഉള്ളിൽ കയറി ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ ഓർഗാസം കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഭൂരിഭാഗം സ്ത്രീകൾക്കും അവരുടെ ക്ലിറ്റോറിസിൻ്റെ ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തൃപ്തി കിട്ടുന്നത്. അതിലൂടെയാണ് പലരും ഓർഗാസം അച്ചീവ് ചെയ്യുന്നതും. അതുകൊണ്ട് രതിപൂർവ്വ ലീലകളുടെ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ഓർഗാസത്തിലെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നല്ലതാണ്. അതിനുശേഷം ബന്ധപ്പെടുമ്പോൾ ഒരു ഉത്കണ്ഠ ഉണ്ടാവില്ല. കാരണം പങ്കാളിക്ക് ഓൾറെഡി ഒരു സുഖം കിട്ടിക്കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ബന്ധത്തിലൂടെ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയമെടുത്ത് സാവധാനം ബന്ധപ്പെടാനായിട്ട് കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ ടൈം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുക. ഇതേപോലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇത് റെഗുലർ ആയിരിക്കണം ഈ പ്രാക്ടീസ്. വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് സ്ഖലനം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയം ശ്രദ്ധയോടുകൂടി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് ഒരു കൺട്രോള് സ്വയം ആർജിച്ചെടുക്കാനായിട്ട് കഴിയും. അങ്ങനെയൊന്നും പറ്റാത്ത അവസരത്തിലാണ് ചികിത്സയ്ക്ക് റോൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ശുക്ലവിസർജനത്തിന് ശേഷം വേദന, നീറ്റൽ, പുകച്ചിൽ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ സമീപിച്ച് അനുയോജ്യമായ പരിശോധനകളും ചികിത്സയും നടത്തേണ്ടതാണ്. അല്ലാത്തവർക്ക് ഇത് ശ്രമിച്ച് നോക്കുന്നതിൽ തെറ്റില്ല.